കഴിഞ്ഞ ദിവസം നടന്ന ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് സഞ്ജു സാംസൺ കളിച്ച് ഇന്ത്യയെ ജയിപ്പിച്ച ആ മനോഹരമായ കാഴ്ച നമുക്ക് രോമാഞ്ചം കൊള്ളിക്കുന്നതായിരുന്നു. അത് ഏതൊരു മലയാളിക്കും കേരളക്കരയ്ക്ക് തന്നെ അഭിമാനം അർഹിക്കാവുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു സഞ്ജുവിന് കാഴ്ചവെച്ചത്. സഞ്ജുവിൻ്റെ ആ പ്രകടനത്തെ നമുക്ക് പുകഴ്ത്താം, നമുക്ക് ആദരിക്കാം. അത് നിലനിൽക്കുവാൻ ദൈവം അവനെ സഹായിക്കുമാറാകട്ടെ. അവിസ്മരണീയമായ ഒരു പ്രകടനം എന്ന നിലയിൽ പല ചാനലുകളും, മുഖ്യധാര വാർത്താ ചാനലുകൾ പോലും അവനെ പുകഴ്ത്തുകയും ആദരിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ അഭിമാനാർഹമെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന നിലയിൽ സഞ്ജു അവൻ്റെ പ്രകടനങ്ങൾക്ക് ശേഷം, കളിക്ക് ശേഷം നിലത്ത് മുട്ടുകുത്തി കുരിശു വരയ്ക്കുകയും കാണികളെ പക്വതയോടെ അഭിസംബോധന ചെയ്യുകയും ഗ്രീൻ റൂമിലേക്ക് അവൻ മടങ്ങുന്ന കാഴ്ചകൾ വളരെ മനോഹരമായിട്ടാണ് മാധ്യമങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നതും. അങ്ങനെയുള്ള അവസരങ്ങൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു പ്രകടനം കാഴ്ചവെക്കുവാൻ സഞ്ജുവിന് കഴിഞ്ഞത്? അത് കളിക്കളത്തിൽ വിജയം എന്നല്ല അതിനെ വിശേഷിപ്പിക്കേണ്ടത്. അതിനപ്പുറത്ത് അവനെ കളിക്കാൻ പ്രാപ്തനാക്കിയ അവൻ്റെ പരിശീലന കളരിയുണ്ട്. അവിടെയുള്ള പരിശീലനത്തിലാണ് അവനെ കളിക്കളത്തിൽ കളിക്കാൻ പ്രാപ്തനാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു വാർത്ത ഇങ്ങനെയാണ്: ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി താൻ സോഷ്യൽ മീഡിയയും തനിക്കുള്ള മറ്റ് സജ്ജീകരണങ്ങളും സാധ്യതകളെല്ലാം മാറ്റിവെച്ചിട്ടുള്ള പരിശീലനമായിരുന്നു, കഠിന പ്രയത്നമായിരുന്നു ഇതിലേക്ക് അവനെ എത്തിച്ചു തന്ന്. ആയിരിക്കാം നമ്മൾക്ക് എന്താണോ ലക്ഷ്യം, നമ്മൾക്ക് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി മറ്റ് സാധ്യതകളെയും മറ്റ് സാഹചര്യങ്ങളെയും നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന പലതിനെയും മാറ്റിവെച്ചും ഉത്സാഹത്തോട് കഠിന പ്രയത്നം ചെയ്യാൻ നാം തയ്യാറാകുമെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് സത്യമാണ്. ക്രിക്കറ്റ് കളിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനപ്പുറത്ത് ഈ പ്രകടനത്തിലൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു വലിയ ആത്മീക സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്നത്, നിങ്ങൾ കളിക്കേണ്ടത് കളിക്കളത്തിലാണ്, എന്നാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നടക്കേണ്ടത് നിങ്ങളുടെ പരിശീലന കളരിയിലാണ്. നമ്മുടെ ആത്മീക നിലവാരത്തിൽ പരിശീലന കളരി എന്ന പ്രാർത്ഥനാ മുറികളിൽ എത്രത്തോളം സമയം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ, എത്രത്തോളം ദൈവത്തോട് ചേർന്നിരിക്കാനും വചനത്തെ ധ്യാനിക്കാനും കഴിയുമോ, അതിൻ്റെ പ്രകടനങ്ങൾ നമ്മുടെ ആത്മീക നിലവാരത്തിൽ നാം കളിക്കളത്തിൽ ഇറങ്ങുന്ന സമയത്ത് പ്രകടമാകും എന്ന് നാം മറന്നു പോകരുത്. ക്രിക്കറ്റ് കളിക്കുന്നത് നല്ലതാണോ? ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ക്രിക്കറ്റ് കളിക്കുന്നവർ പ്രാർത്ഥിക്കാമോ? അതിനൊക്കെ പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുമ്പോൾ കളിയല്ല പ്രധാനം എന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കഴിയണം. കാരണം സഞ്ജു പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. എന്നാൽ എതിർ ടീമിലുള്ള വ്യക്തികളും ഇതുപോലെ തന്നെ പ്രാർത്ഥനാ മനോഭാവമുള്ളവർ ചിലപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നവരുണ്ടാകാം. അപ്പൊ ഏത് ടീമിന്റെ കൂടെ, ആരുടെ കൂടെ ദൈവം നിൽക്കും? പലപ്പോഴും ഇന്ത്യൻ ടീം ജയിക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. ഈ കളികൾ പോലെയുള്ള ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജയിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളാകാം ഏതെങ്കിലും ഗെയിംസുകളിൽ പങ്കെടുക്കാൻ വേണ്ടി, സ്കൂളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ആയിരിക്കരുത് നിങ്ങളുടെ കാഴ്ചപ്പാട്. അവർക്ക് ദൈവം കൊടുത്ത പ്രാപ്തിയിൽ, കഴിവിൽ ദൈവം അവർ ഉപയോഗിക്കട്ടെ. എന്നാൽ നിങ്ങൾ നേരെ ചിന്തിച്ചു നോക്കൂ, അപ്പുറത്ത് ഇതേ പ്രാപ്തിയും കഴിവുമുള്ള ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ ആരുടെ പക്ഷത്താണ് ഈ ദൈവം നിൽക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് യഥാർത്ഥ കാഴ്ചപ്പാട് എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കളിക്കളത്തിലല്ല നിങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കേണ്ടത് പരിശീലന കളരിയിലാണ്. ഈ പരിശീലന കളരിയിൽ പരിശീലകനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി, ഉപയോഗപ്പെടുത്താൻ ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ പലപ്പോഴും അതിനെ അവഗണിച്ചു പോകുന്നത് കൊണ്ടാണ് നാം കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത്. നാം വിശ്വാസികളിൽ നിന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീക നിലവാരത്തിൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്ന പല സാഹചര്യങ്ങളിലും അടിപതറിപ്പോകുന്നത്, നമ്മുടെ കാലിടറുന്നത്, കളിക്കാൻ കഴിയാതെ സ്കോർ ചെയ്യാൻ പറ്റാതെ വണ്ണം നാം തകർന്നു വീഴുന്നത്, എത്ര അവസരങ്ങൾ കിട്ടിയാലും നമുക്ക് ഉയർന്നു വരാൻ കഴിയാതെ വണ്ണം നാം തകർന്നു പോകുന്നത്, ടീമിൽ നിന്ന് പോലും നമ്മെ ഒഴിവാക്കി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പരിശീലനത്തിൽ നാം പ്രാപ്തരല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ പരിശീലകൻ. പരിശുദ്ധാത്മാവാണ് നമ്മെ പരിശീലിപ്പിക്കുന്നത്. നമ്മുടെ മുറിവുകളെ കെട്ടും, നമ്മുടെ കുറവുകളെ തീർക്കും. നീ ഇന്ന റൂട്ടിൽ പോകണം,
ഇതാണ് നിന്റെ വിജയം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഇരുന്ന പലപ്പോഴും നമ്മളെ ഉപദേശിക്കുന്ന ഉപദേശകനായി ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോഴും അതിനെ അനുസരിക്കാനും അനുഭവിപ്പാനും കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിന്റെ പല പരാജയങ്ങൾക്കും കാരണം. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിക്കളമല്ല, ഇത് യുദ്ധക്കളമാണ്. ഈ ബാറ്റിൽ ഫീൽഡിൽ നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് ഒരു പട്ടാളക്കാരൻ എത്രമാത്രം സെൽഫ് പ്രിപ്പറേഷൻ ആകുമോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യകത എന്തെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കളിക്കളത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നേ ഉള്ളൂ. പക്ഷെ ഒരു യുദ്ധക്കളത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ അത് നിങ്ങളുടെ ജീവനെ പോലും തകർത്ത് കളയുന്ന ഒന്നാണെന്ന് ഇന്ന് നിങ്ങൾക്ക് ബോധ്യം വരട്ടെ. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി തരുന്ന പരിശീലന കളരിയായ പ്രാർത്ഥനാ മുറികൾ ഇന്ന് ഒരുക്കപ്പെടട്ടെ. പ്രാർത്ഥനയിൽ കുറവുള്ളവരായി മാറാതെ വണ്ണം, വചനധ്യാനത്തിൽ കുറവുള്ളവരായി മാറാതെ വണ്ണം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ചേർന്നിരുന്നും ഒരു വിജയത്തിലേക്ക് എത്താൻ, യുദ്ധങ്ങളെ പിടിച്ചടക്കാൻ, ചില പൈശാചിക കോട്ടകളെ തകർത്ത് മാറ്റിയിട്ട് ആത്മീക അനുഭവങ്ങളെ കെട്ടിപ്പടുത്തി എടുക്കുന്നവരായി മാറാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്കോറിനും നിങ്ങളുടെ പുറകിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഒരിക്കൽ ദാവീദ് ഗോലിയാത്തായ മല്ലനെ യുദ്ധം ചെയ്യാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദാവീദ് വന്നത് യുദ്ധം ചെയ്യാനല്ല. അവൻ ജ്യേഷ്ഠന്മാരുടെ സുഖവിവരം അന്വേഷിച്ച് സഹസ്രാധിപന് പാൽക്കട്ട കൊടുത്ത് തിരിച്ചു പോകാൻ വന്നവരാണ്. അവന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ യുദ്ധക്കളത്തിലേക്ക് ദൈവം എത്തിക്കുകയായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില യുദ്ധങ്ങൾ, ചില കാര്യങ്ങൾ ദൈവം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അറിയാതെ നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്ന മേഖലയിലേക്ക് ചില സാഹചര്യങ്ങൾ ഇന്നും തിരിയപ്പെടട്ടെ. ഈ ദാവീദ് കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. മല്ലന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന ദാവീദ് ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഞാൻ കാട്ടിൽ കിടന്നപ്പോൾ, എവിടെയായിരുന്നു? കാട്ടിൽ. അതായിരുന്നു അവന്റെ പരിശീലന കളരി എന്ന് പറയുന്നത്. അവിടെ വെച്ച് അവൻ ഒരിക്കൽ ഒരു സിംഹത്തെയും ഒരിക്കൽ ഒരു കരടിയെയും കീറിക്കളഞ്ഞെന്നാ പറയുന്നത്. കണ്ടോ, രഹസ്യ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആണ് പരസ്യമായി വെല്ലുവിളിച്ച ഗോലിയാത്തിനെ തകർക്കാൻ അവന് പ്രാപ്തി കൊടുത്തത്. പലരും ഗോലിയാത്തിനെ കൊണ്ട് ഓടി മറയുമ്പോൾ ഗോലിയാത്തിന് മുൻപിലേക്ക് ഓടിച്ചെല്ലാൻ അവന് കൊടുത്ത ധൈര്യം എന്ന് പറയുന്നത് അവന്റെ രഹസ്യ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ യുദ്ധക്കളത്തിൽ, നിങ്ങളുടെ ആത്മീക പോരാട്ടങ്ങളിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത്, നിങ്ങളെ ചിലതിനെ ജയിക്കാൻ പ്രാപ്തനാക്കുന്നത്, ചില സാഹചര്യങ്ങളിൽ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തി തരുന്നത് അത് നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലെ പ്രാർത്ഥനയാണ്, രഹസ്യ ജീവിതത്തിലെ പോരാട്ടങ്ങളാണ്, രഹസ്യ ജീവിതത്തിലെ പരിശീലനങ്ങളാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ മടുത്തുപോയ, ആത്മീക നിലവാരത്തിൽ നമ്മുടെ രഹസ്യമായ ജീവിതത്തിൽ തളർന്നുപോയ, തളർത്തിക്കളയുന്ന എല്ലാ മേഖലകളും മാറ്റി നിർത്തിയിട്ടും ശക്തമായി ഉണരുവാൻ, ഉത്തേജനത്തോടെ, കാര്യപ്രാപ്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രയത്നിക്കാൻ, അഭിമാനാർഹമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഇന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത് നിങ്ങൾക്കുള്ള അവസരമായി നിങ്ങൾ ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറക്കി ശക്തമായ പോരാളികളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കി കൊടുക്കുക. നിങ്ങൾ തളർന്നു പോകേണ്ടവരല്ല, നിങ്ങൾ പരാജയപ്പെടേണ്ടവരല്ല. ശക്തമായി ദൈവത്തിനു വേണ്ടി ശോഭിക്കുന്ന പടയാളികളെ പോലെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. നാളിതുവരെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നവരായിരുന്നു, എതിർത്ത് നിൽക്കുന്നവരായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എതിർത്ത് നിൽക്കാനല്ല, നിങ്ങൾ അറ്റാക്ക് ചെയ്യാനാണ്. ഇതുവരെ പൈശാചിക ശക്തികൾക്ക് മുമ്പിൽ, സാഹചര്യങ്ങൾക്ക് മുൻപിൽ അടിപതറിക്കൊണ്ട് നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് നിന്ന സമയങ്ങൾക്കപ്പുറത്തും ചിലതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സീസൺ ഇന്ന് ദൈവം തുറന്നു തരുമ്പോൾ ഇനി അടിപതറാനല്ല, ഇനി മാറിയിരിക്കാനല്ല, ചിലതിനെ അറ്റാക്ക് ചെയ്യുക. പ്രാർത്ഥനയിൽ ചില വെല്ലുവിളികളെ നേരിട്. ചിലതെല്ലാം തകരപ്പെടും, ചിലതെല്ലാം ഉടയപ്പെടും. നിങ്ങളുടെ പുതിയ അനുഭവങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പുതിയ സീസൺ ഇതാ വെളിപ്പെട്ടു വരട്ടെ. ഇനിയും കരയാനല്ല, ഇനി മാറിയിരുന്ന് വിലപിക്കാനല്ല. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ അടിപതറിക്കൊണ്ട് തകർന്നിരിക്കുന്ന ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്നും ഇങ്ങനെ ഇരിക്കാനല്ല, ഒരു പോരാളിയെ പോലെ നിങ്ങളെ പുറത്തെടുത്ത് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ കാഴ്ചവെക്കുന്ന നിലയിലേക്ക് നിങ്ങൾ ഉയർത്തി മാനിക്കാൻ ദൈവത്തിന് ആഗ്രഹമുള്ളപ്പോൾ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തൊടട്ടെ, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ സ്പർശിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ലൈഫിനെ മാറ്റട്ടെ. വചനധ്യാനത്തിൽ തകർന്നിരിക്കുന്ന, ഉടഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിൽ ഒരു കെട്ടുപടികൾ ഇന്ന് ഇത് കേൾക്കുമ്പോൾ സംഭവിക്കട്ടെ. ശൂന്യമായി കിടക്കാനല്ല, നിറവിന്റെ അനുഭവത്തിലേക്ക് നിറയ്ക്കുന്ന ആത്മീക അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെട്ട് വരട്ടെ. കലങ്ങിക്കിടക്കുന്ന, ഉടഞ്ഞുകിടക്കുന്ന, പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്ന ആത്മീക മേഖലകളിന്മേൽ ഒരു സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹത്തെ പോലെ ഇന്ന് ദൈവാത്മാവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റട്ടെ. അതുകൊണ്ട് അഭിമാനാർഹമായ ചില അനുഭവങ്ങൾ മുൻപിൽ വെളിപ്പെട്ടു വരാൻ, നിങ്ങളുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന യുദ്ധക്കളങ്ങൾ, കളിക്കളങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ അതിനു പുറകിൽ പരിശീലനത്തിൽ മടുപ്പുള്ളവരായി മാറാതെ വണ്ണം പ്രയത്നിക്ക്,
ഒരുങ്ങ് ഒരു വലിയ സാക്ഷ്യമായി അഭിമാനാർഹമായ പദവികൾ അലങ്കരിക്കത്തക്ക രീതിയിലേക്ക് ആത്മീക നിലവാരത്തെ ദൈവം ഉയർത്തിക്കൊണ്ടുവരട്ടെ. ഈ ലോകത്തിന് വേണ്ടിയോ ഈ ലോകത്തിൽ ഉയർന്നു നിൽക്കുന്ന അഭിമാനാർഹമായ വ്യക്തികൾക്ക് തുല്യമായിട്ടോ അല്ല, ആത്മീക നിലവാരത്തിൽ ആർക്കും വിലമതിക്കാനാവാത്ത, ആർക്കും തുല്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു വലിയ ജീവിതത്തിന്റെ ഉടമകളാക്കി, അമൂല്യമായ അനുഭവങ്ങളാക്കി നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം തിരിക്കട്ടെ. ഇതൊരു നിയോഗമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു പുതിയ ആത്മീക ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ കെട്ടിപ്പടുത്തിയെടുക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരുങ്ങുക, വിശ്വാസത്തോടെ ഉണർന്ന് പ്രവർത്തിക്കുക. പരിശീലന കളരിയിൽ തളർന്നു പോകരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിനും പുതിയ സീസൺ തുറക്കുന്ന സമയമാണ്. നിങ്ങളൊരു സാക്ഷ്യമായി, അത്ഭുതമായി, അഭിമാനിക്കാവുന്ന അവസരങ്ങൾ ഒരു മുതൽക്കൂട്ടായി നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ ദൈവം തിരിക്കും. ഉറപ്പാണ്. നിങ്ങൾ തകർക്കപ്പെടുകയില്ല, പരാജയപ്പെടുകയില്ല. നാളത്തെ അഭിമാനമാണ് നിങ്ങൾ. അതിനായി ഒരുങ്ങ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.